നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാനതിന് ചെമ്മീൻ എടുത്തിട്ടുണ്ട്, കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഒരുപാട് വലുതും അല്ല, എന്നാൽ തീരെ ചെറുതും അല്ല കേട്ടോ, ഒരു മീഡിയം ടൈപ്പ് ചെമ്മീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെമ്മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ പുറത്തെ തോലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടത് ചെറിയുള്ളിയും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇത്രയും മതി കേട്ടോ നമുക്ക്. പിന്നെ ഉപ്പുപൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ഉണ്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ തോടൊക്കെ ഒന്ന് കളഞ്ഞ് ചെമ്മീനെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനിതൊന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചെമ്മീൻ്റെ ഒരു നടുക്ക് കൂടി ഇങ്ങനെ ഒരു കറുപ്പ് കളർ ഒരു ഇതുണ്ടാവുമല്ലോ, ഇതേപോലെ. അപ്പോൾ ഞാനത് ഒന്ന് കളയണ്ട കേട്ടോ. ഞാൻ ചെറിയ ചെമ്മീനാണെന്നുണ്ടെങ്കിലും വലുതാണെന്നുണ്ടെങ്കിലും ഞാനിത് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇത് ക്ലീൻ ചെയ്താൽ നമ്മൾ ഇത് കളയല്ലേ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ അതേപോലെ ഇത് കളഞ്ഞ് എല്ലാത്തിൻ്റെയും അതേപോലെ തന്നെ കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് പാടാണ് നമുക്ക്. ചെറിയ ചെമ്മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാടാണ് ഇതിങ്ങനെ കളഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എല്ലാ ചെമ്മീൻ്റെ അതേപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിത് മസാല തേച്ച് ഒരു അരമണിക്കൂറോളം വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ മസാലയ്ക്കായിട്ട് എടുക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഉപ്പാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മസാലപ്പൊടികൾ നമുക്ക് മതി. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഇത് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള മസാലകളാണ്. അപ്പോൾ ഞാനിതിൽ ചെമ്മീൻ നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ചെമ്മീനൊക്കെ എന്നിട്ട് ഇതിലൊന്ന് മസാലയൊക്കെ ചെമ്മീൻ നന്നായി പിടിക്കണ പോലെ ഒന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ നമുക്ക് വെക്കാം കേട്ടോ. ഇത് അത് ഞാൻ ഒരു അരമണിക്കൂറോളം വെച്ചിരുന്നത് ഫ്രിഡ്ജിൽ വെക്കാം. നമുക്ക് അല്ലെന്നുണ്ടെങ്കിൽ പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാം. എന്നിട്ട് പിന്നെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്കിതെടുത്ത് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ചെമ്മീനും അതേപോലെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പുപൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ള പച്ചമുളകും അതേപോലെ ഉള്ളിയും ഉണ്ട് ഞാൻ എടുത്തേക്കണത്. അപ്പോൾ ഉള്ളി എൻ്റെ കയ്യിൽ കുറച്ചുള്ളത് കാരണമുണ്ട് ഞാൻ ഒരു കുഞ്ഞ് സവാളയും കൂടി എടുത്തേക്കണത്. നമ്മുടെ കയ്യിൽ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളി മാത്രം മതി കേട്ടോ. ഞാൻ ഇതെല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊന്നും ചതച്ചിട്ടല്ല കേട്ടോ ഞാൻ എടുത്തേക്കണത്. എല്ലാം ഇതേപോലെ ചെറുതാക്കി കട്ടാക്കിയാണ് എടുത്തേക്കണത്. അതിനുശേഷം നമ്മുടെ മസാല തേച്ച് വെച്ച ചെമ്മീനുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇടാം. നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റോസ്റ്റാണ് കേട്ടോ ഇത്. ചെമ്മീൻ നന്നാക്കേണ്ട ഒരു സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു 1-2 പ്രാവശ്യം ഇട്ട് നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും മുരിച്ചെടുക്കണ്ട കേട്ടോ. ഇതേപോലെ ഒരു പാകത്തിൽ നമുക്ക് എല്ലാ ചെമ്മീനും വറുത്തെടുക്കാം. അതിനുശേഷം ചെമ്മീൻ വറുത്ത എണ്ണ ഉണ്ടല്ലോ, അത് തന്നെ കേട്ടോ നമുക്ക് ഉള്ളിയൊക്കെ വാട്ടാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാൻ ആ ചെമ്മീൻ വറുത്ത വെളിച്ചെണ്ണ എടുത്ത് വേറെ ചട്ടിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്കതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണെന്നുണ്ടെങ്കിൽ മതി കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നന്നായി വാടിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി നന്നാക്കി വെച്ചത്, പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഇടാം കേട്ടോ. പിന്നെ ഇത് വാട്ടിയെടുക്കുന്ന സമയത്ത് കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് കുറച്ച് മുരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ ഞാൻ ഒരുവിധം നന്നായിട്ട് തന്നെ ഇതൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാനിതിൽ ഉപ്പുപൊടിയും അതേപോലെ മുളക് പൊടിയും പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളകിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് വേണമെന്നുണ്ടെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല, കുരുമുളക് പൊടി ഇതിന് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പം അതിന് ശേഷം നമ്മൾ വറുത്ത വെച്ച ചെമ്മീനുണ്ടല്ലോ, അപ്പോൾ ആ ചെമ്മീനും കൂടി അതിൻ്റെ ഒപ്പം ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊരു കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. നമ്മുടെ മസാലയും അതേപോലെ ചെമ്മീനും എല്ലാം കൂടി ഒരുമിച്ചൊന്ന് നന്നായിട്ട് മിക്സ് ആകാനായിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഒരു കുഞ്ഞ് റെസിപ്പി ആയിരുന്നു. അപ്പോൾ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത്